ഹലോ, വെൽക്കം ടു ചാനൽ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. ദേവട്ടി എന്താ ഫാമിലി എന്നാ ഫാമിലി ഓക്കെ. അപ്പോൾ നമ്മൾ ഇപ്പം കുറേ തിരക്കും കാര്യങ്ങളൊക്കെ കാണാൻ സത്യം പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കാനേ പറ്റില്ല. ഷോർട്സ് വീഡിയോസ് ഇടാനുള്ള സാഹചര്യമല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഷൈന ഇപ്പൊ അങ്ങ് അവളെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോഴത്തേക്കും അവിടെ വൈഫൈ കണക്ഷൻ കാര്യങ്ങളൊന്നും ഇല്ല. ഇവർ വല്ലപ്പോഴും ഒക്കെ വീട്ടിലോട്ട് വരുമ്പോഴത്തേക്കാണ് ഏതെങ്കിലും വീഡിയോസ് ഷോർട്സ് ഒക്കെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അതാണ് ഷോർട്സ് ഇല്ലാത്ത ഷോർട്സ്. അപ്പൊ ഞാൻ വീട്ടിൽ ഇവിടെ ചെമ്പഴന്തിയിൽ വരുമ്പോഴത്തേക്കാണ് ഞാൻ എടുക്കണത്. ഞാൻ ഒന്ന് പറഞ്ഞിട്ട് കേട്ടാ, വീട്ടിൽ വരുമ്പോഴത്തേക്കാണ് വോയിസ് ഓവറൊക്കെ ചെയ്തിട്ട് ഞാൻ അങ്ങ് ഇത് പ്രൈവറ്റ് ആക്കി ഇടും, അൺലിസ്റ്റ് ആക്കി ഇടും. എന്നിട്ട് സമയമാകുമ്പോഴത്തേക്ക് അങ്ങ് പബ്ലിക് ആക്കിയാണ് ചെയ്യണത്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് അവിടെ വൈഫൈ എടുക്കാൻ നമ്മളെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണ്? എൻ്റെ മൂക്ക് ഒരുമാതിരി ഇരിക്കുന്നല്ലേ, ഒരു കുഞ്ഞൊരു പൊട്ടിട്ടതാണ്, അറിയാതെ ഇങ്ങനെ കൈ തട്ടിയപ്പോഴത്തേക്ക് വലുതായി കുഞ്ഞു പൊട്ടും വലുത്. അപ്പോ അങ്ങോട്ട് പോണ വഴിക്കില്ലേ? നമ്മൾ എവിടെ പോണെന്ന് വെച്ചാൽ അത് പറയാൻ വിട്ടു കേട്ടോ. നമ്മളിന്ന് നമ്മുടെ മെറ്റേണിറ്റി ഷൂട്ടിന് പോകാൻ വേണ്ടിയിട്ട് പോകുവാണ്. അപ്പോൾ ഒരു ഷോർട്സ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് 3 ഡേയ്സ് സംഗീത ചേച്ചിയാണ് ഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. പിന്നെ രജനി ചേച്ചി ഹണി ബ്യൂട്ടി പാർലറിലെ ചേച്ചിയാണ് മേക്കപ്പ് ചെയ്യുന്നത്. അത് തന്നെ. അപ്പൊ രജനി ചേച്ചിയാണ് മേക്കപ്പ് ചെയ്യണത്. ആ ചേച്ചി ക്രിസ്മസിന് ചെയ്ത ആ ചേച്ചി തന്നെയാണ് ഇപ്പോഴും ഡ്രസ്സും ചെയ്യുന്നത്. ഫോട്ടോഗ്രാഫർ അറിയത്തില്ല, നമുക്ക് പരിചയമില്ല. ചേച്ചിയുടെ പരിചയത്തിലുള്ള ആരോ ആണ്. പിന്നെ അത് പോയിട്ട് അവിടെ കുറച്ച് ഡെക്കറേഷന്റെ വർക്ക് ചെയ്യുന്നുണ്ട് ശരൺ. നമുക്ക് ദേവുന്റെ ഒക്കെ ബർത്ത്ഡേക്കൊക്കെ കേളമംഗലം ഇവന്റ്സ് ആണ്. അവരാണ് നമുക്ക് ബർത്ത്ഡേക്ക് ദേവുന്റെ ഫസ്റ്റ് ബർത്ത്ഡേക്കൊക്കെ ചെയ്തു തന്നത്. അപ്പൊ അവര് തന്നെയാണ് തവണ ബേബി മെറ്റേണിറ്റി ഷൂട്ടിനും ചെയ്യണത്. നമ്മൾ എവിടെ ഉണ്ടോ ലൊക്കേഷൻ സെന്റ് ആൻഡ്രൂസ് ബീച്ചാണ് പറയുന്നത്. ഫസ്റ്റ് ഇവിടെ പോയി ഡീസൽ അടിക്കുക, റിട്ടേൺ ചേച്ചിയുടെ പോകുന്ന ഹെയർ ഡ്രസ് വലിയ മേക്കപ്പ് ഒന്നും ഇല്ല, സിമ്പിൾ ആയിട്ട് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ വേറെ ഒരു ഫോട്ടോ എടുക്കുക. എന്റെ കൂടെ 1-2 എന്റെ കൂടെ എടുക്കുക. ഫാമിലി ആയിട്ടാണ് എടുക്കുന്നത്. ഫാമിലി തീമാണ് കേട്ടോ, സിംഗിൾ അല്ല, ഫാമിലി തീമാണ്. അങ്ങനെ നമ്മൾ രജനി ചേച്ചിയുടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ സംഗീത ചേച്ചി നമ്മളെ ഡ്രസ്സൊക്കെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ദേവുവിൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ഈ ഒരു കളറും അതിൽ ആ ഓറഞ്ചും കൂടെ വന്നപ്പോൾ നല്ല രസമാണ്. സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ ഫസ്റ്റ് മെറ്റീരിയൽ കാണിച്ചപ്പോഴത്തേക്ക് ഞാൻ വിചാരിക്കുകയും ചെയ്തു, ആ പ്ലെയിൻ ആ ഒരു കളർ മാത്രമായിരുന്നെങ്കിലല്ലേ നല്ല ഭംഗി ഉണ്ടാവും. കാരണം ഞാൻ അത്രയ്ക്ക് ഫെയർ ഒന്നും അല്ലാത്തതുകൊണ്ട് ഈ ഓറഞ്ച് കളറൊന്നും എനിക്ക് അത്രയ്ക്ക് മാച്ച് ആവത്തില്ലല്ലോ. പക്ഷേ സത്യം പറഞ്ഞാൽ അവർ ചെയ്ത് വർക്ക് ഫുൾ ഫിനിഷ് ആയപ്പോഴത്തേക്കാണ് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവണത്. അതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ ഈ കടയിലൊക്കെ ഓരോ മെറ്റീരിയൽസ് ഒക്കെ ഇരിക്കുമ്പോൾ നമ്മൾ നമുക്കിതൊന്നും മാച്ച് ആവത്തില്ല. പക്ഷെ അങ്ങനെയൊന്നുമില്ല, നമ്മൾ ഫുൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കായിരിക്കും അതിൻ്റെ ഭംഗി, നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഭംഗി അറിയാൻ പറ്റണത്. അപ്പോൾ ദേവുവിൻ്റെ ഇതാണ്. അപ്പോൾ ഇനി ഇതിൽ കുറച്ച് ബീഡ്സ് വർക്ക് കൂടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചേച്ചി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ചെയ്യാന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ രജനി ചേച്ചി ദേവുവിന് കണ്ണും ഫേസും അതുപോലെ ഹെയർ എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഹെവി ആയിട്ടൊന്നുമല്ല, നമ്മൾ നല്ല സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. മെറ്റേണിറ്റി ഷൂട്ടല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് ടിയാര ചെയ്ത് തന്നിട്ടുള്ളത് സഞ്ജനയുണ്ട്, ബോസ്റ്റോറിലെ സഞ്ജനയാണ്. ഇതാണ് എൻ്റെ ലുക്ക് എന്ന് പറയണത്. ദേവുവിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ അതാണ്. സത്യം പറഞ്ഞാൽ എന്നെ കട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടത് ദേവുവിൻ്റെതാണ്. ഓരോ ഫോട്ടോസ് കാണുമ്പോൾ ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു, ഇങ്ങനെ അടിപൊളിയല്ലേ എന്നുള്ളത്. പിന്നെ ടിയാര കണ്ടില്ല, അടിപൊളിയായിട്ട് സഞ്ജന എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളുടെ പേജിൽ ഇതുപോലത്തെ ടിയാരസിൻ്റെ ഒക്കെ പിക്സൊക്കെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്കപ്പോൾ അങ്ങനെയൊക്കെ വേണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇതുപോലത്തെ ഒരു ഒക്കേഷനിൽ നമുക്കിതൊക്കെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് അവളുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവൾ എനിക്ക് അതേപോലെ തന്നെ അടിപൊളിയായിട്ട് ചെയ്ത് തന്നു. അപ്പോൾ വിഷ്ണുവിൻ്റെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള ഒരു ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇത് കിട്ട് കാണുമ്പോൾ ഭയങ്കര കുള്ളത്തിയായിട്ട് തോന്നുന്നു. കാരണം ഒന്നാമത്തെ എനിക്ക് ഹൈറ്റ് ഇല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറമാനുടെ രാഹുൽ എന്നാണ് പേര്. അടിപൊളിയായിട്ട് പിക്ക് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തതുമാണ് കേട്ടോ.
കേളമംഗലം ഇവൻസിൻ്റെ ഡെക്കർ എന്ന് പറയുന്നത് അത്രയും സിമ്പിളായിരുന്നു, പക്ഷെ അടിപൊളിയായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മെറ്റേണിറ്റി ഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും കൂടെ ഡെലിവറിക്ക് പോകണമല്ലോ. അപ്പോൾ ഡെലിവറിക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാനും അമ്മയും ദേവൂട്ടിയും കാശിയും കൂടെ പോവുകയാണ്. അപ്പോൾ പോണ വഴിക്കാണ് ചേച്ചിനെ വിളിച്ച് ചോദിച്ചത്. അപ്പോൾ ചേച്ചി ഇറങ്ങി നിൽക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കഴക്കൂട്ടത്തിൽ നിന്ന് ടെക്നോ പാർക്കിൻ്റെ അവിടെ നിന്ന് ചേച്ചീനെയും കൂടെ പിക്ക് ചെയ്തിട്ട് സിറ്റിയിലോട്ട് പോകാമെന്ന് വെച്ചോട്ടെ. പക്ഷേ സിറ്റിയിലൊന്നും പോകണ്ടായിരുന്നു എന്നാണ് നമ്മൾ പോയത് വെച്ചിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത്. പിന്നെ കഴക്കൂട്ടം DTDC നമുക്കൊരു കൊറിയർ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ പിന്നെ പോയി വിഷ്ണു കൊറിയർ എടുത്തു. അതിനുശേഷം നമ്മൾ നേരെ പോയത് നൈറ്റി മേളയിലോട്ടായിരുന്നു കേട്ടോ. അമ്മ ഒരേപോലത്തെ വേണ്ട, ആ ബ്രൗണും മറ്റേ ഇതും അല്ലേ, ഇത് രണ്ട് ഏകദേശമൊക്കെ ഒരുപോലെ ഉണ്ട്. കുഴപ്പമില്ലേ? അങ്ങനെ നമ്മൾ നൈറ്റി മേളയിൽ കയറി നൈറ്റിയൊക്കെ വാങ്ങിച്ചു. ഫസ്റ്റ് ഞങ്ങൾ വിചാരിച്ചത് നൈറ്റി മേളയിൽ ഭയങ്കര റേറ്റ് കുറവാണ്. സത്യം പറഞ്ഞാൽ അവിടെ ആയിരുന്നു റേറ്റ് കൂടുതൽ. അതിനേക്കാട് ഏറെ ഏതെങ്കിലും ചെറിയ കടയിൽ കയറിയാൽ മതിയായിരുന്നു കേട്ടോ. നൈറ്റി മേളയിൽ നിന്ന് അമ്മയ്ക്ക് നൈറ്റി വാങ്ങിച്ചു. അതിനുശേഷം പിന്നെ അവിടെ നിന്ന് ഒന്നും വാങ്ങിക്കാൻ നിന്നില്ല, അവിടെ നിന്ന് ഇറങ്ങി ഓർഡർ ചെയ്ത് പിന്നെ നമ്മൾ നേരെ സിറ്റിയിൽ വന്നു. സിറ്റിയിൽ കയറിയിട്ട് എനിക്ക് കുറച്ച് മെറ്റീരിയൽസ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ മെറ്റീരിയൽസ് വേറെ ഒന്നുമില്ല, നമുക്ക് കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ നേരെ പോയത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് അങ്ങോട്ടാണ്. അപ്പോൾ അവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ മയിൽപ്പീലിയൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ അല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ചെയ്യാനൊന്നും നിന്നില്ല. കാരണം പേയ്മെൻറ്റ് വാങ്ങിച്ച് കുറേ പേർക്ക് ഞാനങ്ങ് റീഫണ്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും ഞാനിങ്ങനെ കുറച്ച് ക്ലിപ്പായിട്ട് എടുത്തിട്ടിട്ടുണ്ട്. അതാണ് ഞാനിങ്ങനെ കൂട്ടി ചേർത്ത് വെച്ച് അപ്ലോഡ് ആക്കുന്നത് കേട്ടോ. അത് കൊള്ളാടി ബ്ലൂ നല്ല രസമുണ്ട്. ഇതിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്.